പുതിയ കാലത്ത് ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അൻവർ സംസാരിച്ചത്. പ്രത്യേകിച്ച് യുവാക്കൾ അസ്വസ്ഥരാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ക്യാമ്പസുകളിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബൈക്കിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആരാണ്? യുവാക്കൾ തന്നെയാണ്. അപ്പൊ യുവാക്കൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ആർക്ക് സംസാരിക്കാൻ തയ്യാറാണോ അവരുടെ കൂടെ നിൽക്കാൻ എന്താണ് യുവാക്കൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും ഇന്നത്തെ പ്രോഗ്രാമിന് ഏറ്റവും കൂടുതൽ ആരാളുള്ളത്? യുവാക്കൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പാർട്ടിയുടെ റാലികളിൽ മുഴുവൻ വിട്ടുനിന്നത് ആരാണ്? യുവാക്കളാണ്. പ്രാതിനിധ്യം നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ അരീക്കോട്, മലപ്പുറം നടന്ന റാലികളിൽ മുഴുവൻ എന്താണ്? യുവാക്കളുടെ പ്രാതിനിധ്യം കുറവാണ്. പക്ഷെ ഇന്ന് ഈ പ്രോഗ്രാമിൽ എന്താണ്? യുവാക്കളാണ്. ഏറ്റവും കൂടുതൽ ഇതിനോട് സന്ധിപ്പെടാൻ താല്പര്യപ്പെടാത്തത് ആരാണ്? യുവാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ വലിയൊരു പ്രാതിനിധ്യം എല്ലാവരും യുവാക്കളുടെ ഒരു പിന്തുണ കിട്ടുന്ന തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പിന്തുണ ഉള്ളത് യുവാക്കളുടെ ഭാഗത്തു നിന്നാണ്. കാരണം യുവാക്കൾ കുറച്ചും കൂടെ പുതിയ കാലത്ത് കൃത്യമായിട്ട് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? അൻവറിന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും മാറ്റത്തിന്റെ പാതയിലാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ്. ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സുഖമായിട്ട് ജീവിക്കാൻ, അവരുടെ സ്വത്തിനും സമ്പത്തിനും അവരുടെ ജീവിതത്തിനും അവരുടെ ആരോഗ്യത്തിനും ഒക്കെ സംരക്ഷണം നൽകാനും ഇതിനൊക്കെയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഏത് ഗവൺമെന്റ് വന്നാലും തിരിച്ചാണ്. ഇവിടെ കുറെ ആൾക്കാർ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ന്യായത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അതാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു അൻവറിന്റെ ആദ്യ പൊതുസമ്മേളനം അവസാനിക്കുമ്പോൾ ഈ ലഭിക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് ആ മാറ്റത്തിന്റെ ഒരു സൂചന. കാരണം അൻവറിന്റെ ആദ്യ പൊതുസമ്മേളനം അവസാനിക്കുമ്പോൾ അത് പങ്കെടുത്ത അൻവറിനെ കേട്ടവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇനിയും സമ്മേളനങ്ങൾ തുടരും എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞത്. അതിനുശേഷം പുതിയ രാഷ്ട്രീയ തീരുമാനം എന്തായിരിക്കണമെന്നത് സംബന്ധിച്ചും അൻവർ വ്യക്തത വരുത്തുക തന്നെ ചെയ്യും. എന്തായാലും കേരള രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ഇടതു മുന്നണിയെ, അതോടൊപ്പം തന്നെ CPIM-നെ വലിയ വിവാദത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഇപ്പോഴും PV അൻവറിന്റെ ഭാഗത്ത് നിന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് മണിക്കൂറുകളായി PV അൻവറിന്റെ പൊതുയോഗവുമായി ബന്ധപ്പെട്ട് CV അനുമോദ് നൽകിയത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.